Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിന്റെയും കരിവെള്ളൂർ പെരളം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് പുത്തൂർ അമ്പലമൈതാനിയിൽ ഏകദിന കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം പരിയാരത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ടങ്ങളിൽ ദേവിമാരുടെ തിരുവായുധം എഴുന്നള്ളിക്കാനുള്ള അപൂർവ സൗഭാഗ്യത്തിലൂടെ യാദവ കുലത്തിലെ സ്ഥാനികർക്കിടയിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് 96 വയസ്സുള്ള കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിതിരിയൻ. ആചാരങ്ങളെ മുറുകെ പിടിച്ച 3.5 പതിറ്റാണ്ടിലേറെയായി അന്തിതിരിയനായി തുടരുന്ന കണ്ണോത്ത് കുഞ്ഞമ്പുവിന് ഇത് 5ാം പെരുങ്കളിയാട്ടമാണ്. വടക്കിന്റെ പൂരത്തിന് തുടക്കമായി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയാണ് പൂരത്തിന്റെ പ്രധാന ഉത്സവം. പൂരക്കളി നടക്കുന്ന കാവുകളിൽ പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന പണിക്കരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീ കൂർമ്മ ഭഗവതി ക്ഷേത്രത്തിൽ മണിയറിയിലെ P. സന്തോഷ് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്നു. വാർത്തകൾ വിശദമായി. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിന്റെയും കരിവെള്ളൂർ പെരളം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തൂർ അമ്പലമൈതാനിയിൽ നടന്ന കാർഷിക ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി ഏകദിന കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് പുത്തൂർ അമ്പലമൈതാനിയിൽ നടന്നു. ക്യാമ്പിൽ വെച്ച് രോഗ കീടബാധയുള്ള വിളകളുടെ സാമ്പിളുകൾ കർഷകർ കൊണ്ടുവന്നു. അവ കൃഷിശാസ്ത്രജ്ഞരും അവസാന വർഷ കാർഷിക ബിരുദ വിദ്യാർത്ഥികളും പരിശോധന നടത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ കാർഷിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല കൃഷിക്കാർ മാതൃകാപരമായിട്ടുള്ള കൃഷി രീതികൾ അനുവർത്തിക്കുന്നവരാണ് നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാർ. അതിന് തക്ക പാകത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൃഷിക്കാരെ സഹായിക്കാനുള്ള എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശ്യാമള അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് കീടശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ KM. ശ്രീകുമാർ വിഷയാവതരണം നടത്തി. കരിവെള്ളൂർ പെരളം കൃഷി ഓഫീസർ AN. അനുഷ, വാർഡ് മെമ്പർ P. ഹരികുമാർ, പാടശേഖര സമിതി സെക്രട്ടറി P. ഭാസ്കരൻ, കാർഷിക കോളേജ് സസ്യരോഗ വിഭാഗം മേധാവി ഡോക്ടർ സൈനാമോൾ കുര്യൻ, കാർഷിക കോളേജ് സസ്യരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീഷ് PK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞന്മാർ നയിച്ച സാമ്പിൾ പരിശോധന, ചർച്ചാ ക്ലാസ്, തോട്ടം സന്ദർശനം എന്നിവയുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം പരിയാരത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം പരിയാരത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന ഉദ്ഘാടനം ചെയ്തു. പാചകവാത സിലിണ്ടറിന്റെ സബ്സിഡി നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തു കളഞ്ഞപ്പോൾ UPA ഗവൺമെന്റ് കാലത്തും മുൻകാലത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും നമ്മളൊക്കെ പാചകവാതത്തിന് സബ്സിഡി അനുഭവിച്ച ആളുകളാ. അന്ന് സിലിണ്ടറിന് 350 രൂപ കൊടുക്കുമ്പോൾ
700 രൂപയാണ് സിലിണ്ടറിന്റെ വില. ബാക്കി തുക കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. PI ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KP വിനോദ്, ജോയ് ഫ്രാൻസിസ്, PC സാബു, UK മനോഹരൻ, VR സുധീർ, റോബിൻ ബേബി, KV മഹേഷ്, TV ഷാജി, KV ദിലീപ്, OV സീന, ഉഷ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. 5 പെരുങ്കളിയാട്ടങ്ങളിൽ ദേവിമാരുടെ തിരുവായുധം എഴുന്നള്ളിക്കാൻ കഴിഞ്ഞെന്ന അപൂർവ സൗഭാഗ്യത്തിലാണ് കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയൻ. 3.5 പതിറ്റാണ്ടിലേറെയായി അന്തിത്തിരിയനായി തുടരുകയാണ് ഇദ്ദേഹം. പയ്യന്നൂർ കാപ്പാട്ടുകഴകത്തിലും നീലേശ്വരം കേണമംഗലം കഴകത്തിലും പിലിക്കോട് വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലും സ്വന്തം കഴകമായ തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകത്തിലും പെരുങ്കളിയാട്ടങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കുഞ്ഞമ്പു അന്തിത്തിരിയനാണ്. ഇപ്പോൾ വീണ്ടും കാപ്പാട് പെരുങ്കളിയാട്ടത്തിൽ ദേവിമാരുടെ തിരുവായുധം എഴുന്നള്ളിക്കുവാനുള്ള നിയോഗം ലഭിച്ചിരിക്കുകയാണ് കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയന്. 28 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന പെരുങ്കളിയാട്ടത്തിൽ അന്നത്തെ അന്തിത്തിരിയന് ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോഴാണ് തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകം അന്തിത്തിരിയനായ കണ്ണോത്ത് കുഞ്ഞമ്പുവിന് കാപ്പാട് പെരുങ്കളിയാട്ടത്തിന് കാർമ്മികത്വം വഹിക്കാൻ നിയോഗമുണ്ടായത്. കാപ്പാട്ട് ഭഗവതി നിത്യകന്യകയാണ്. പന്തൽ മാംഗല്യത്തിന് മുഹൂർത്തമാകുമ്പോൾ ആ അമ്മയ്ക്ക് താലി ചാർത്തേണ്ടത് ഈ അന്തിത്തിരിയനാണ്. എന്നാൽ താലി ചാർത്താൻ തുടങ്ങുമ്പോൾ അന്തിത്തിരിയന് വാലായ്മയാണെന്ന അറിയിപ്പ് കിട്ടും. അതോടെ മാംഗല്യം മുടങ്ങും. ദുഃഖിതയായ കാപ്പാട്ടമ്മ എനിക്കെന്നും 16 വയസ്സും നിത്യകന്യകാത്വവുമാണ് അല്ലേ അന്തിത്തിരിയ എന്ന് ചോദിക്കുന്ന വികാരനിർഭരമായ സന്ദർഭത്തിനു കൂടി ഈ ക്ഷേത്രമുറ്റം സാക്ഷ്യം വഹിക്കും. മുമ്പത്തിട്ടാകുമ്പോൾ നമ്മൾ ചരടം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു അരി വാരിയിട്ട് മട്ടത്തിട്ട് കൊടുത്തിട്ട് താലി ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരാൾ പറയും മണ്ണാമലുണ്ട്, അതായത് ഇതിൽ പൊലയുണ്ട് പറയും. ആ സമയത്ത് താലി വിട്ട് നിർത്തി. പിന്നെയാണ് അമ്മയുടെ കളിയാട്ടം പിന്നെ വരുന്നത്. ആട്ടം അവസാനം 36 വർഷങ്ങൾക്ക് മുൻപാണ് നീലേശ്വരം പള്ളിക്കരയിലെ കണ്ണോത്ത് കുഞ്ഞമ്പു തൃക്കരിപ്പൂർ കണ്ണമംഗലം കഴകത്തിൽ അന്തിത്തിരിയനായി ആചാരമേറ്റത്. കണ്ണമംഗലം കഴകത്തിൽ ആചാരപ്പെട്ട് 36 കൊല്ലായി. അത് 5ാമത്തെ കളിയാട്ടമാണ് ഇടാം. ആദ്യം ഒന്ന് കഴിച്ചു, പിന്നെ പുൽക്കൂട് കഴിച്ചു, പിന്നെ ബേക്കോട്ട് ഭഗവതി, പിന്നെ പള്ളിക്കര കേണമംഗലം, പിന്നെ നമ്മുടെ കണ്ണമംഗലം. ഇപ്പം 4ആയി. ഒന്നിപ്പം 5ാമത്തെ കളിയാട്ടം. 96 വയസ്സിൻ്റെ ചെറുപ്പത്തിലും പ്രസരിപ്പിലുമാണ് കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയനുള്ളത്. 5 പെരുങ്കളിയാട്ടങ്ങളിൽ ദേവിമാരുടെ തിരുവായുധം എടുത്തു കൊടുക്കുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. താലികെട്ട്, ദേവിയുടെ താലികെട്ട് മുടങ്ങുന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ്. അതിൽ താലിയെടുത്ത് ദേവിക്ക് ചാർത്താൻ പോകുന്ന അന്തിത്തിരിയനാണ് കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിത്തിരിയൻ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷം. വടക്കിന്റെ പൂരത്തിന് തുടക്കമായി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയാണ് പൂരത്തിന്റെ പ്രധാന ഉത്സവം. പൂരക്കളി നടക്കുന്ന കാവുകളിൽ പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന പണിക്കരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീ കുർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മണിയറിയിലെ P സന്തോഷ് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്നു. വടക്കൻ കേരളത്തിൽ പൂരത്തിന് തുടക്കമായി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയാണ് പൂരത്തിന്റെ പ്രധാന ഉത്സവം. പൂരത്തോടനുബന്ധിച്ച് ഇനി വടക്കൻ കേരളത്തിൽ പൂരക്കളിപ്പാട്ടിന്റെ ഈണങ്ങൾ ഉയരും. വടക്കേ മലബാറിലെ 7 സമുദായ ക്ഷേത്രങ്ങളിലാണ് പൂരക്കളിയുള്ളത്. പൂരം എല്ലാ ക്ഷേത്രങ്ങളിലും കാവുകളിലും ആഘോഷമായി ആചരിക്കാറുണ്ട്. ഇത്തവണ പൂരത്തിന്റെ ഭാഗമായി കാർത്തിക വരുന്നത് മീനം 1-നാണ്. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരനാൾ വരെയുള്ള പൂരത്തിന്റെ പ്രധാന ഉത്സവ സമയത്താണ് ക്ഷേത്രങ്ങളിൽ മറത്തുകളി, ചങ്ങാത്തം ചോദിക്കൽ, പന്തൽക്കഞ്ഞി, പൊറാട്ട തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുക. പാലക്കുന്ന് കഴകത്തിന്റെ ഭാഗമായി മറുത്തുകളി നേരത്തെ നടന്നുകഴിഞ്ഞു. മീനമാസത്തിലെ പൂരം ദിവസം മലബാറിലെ വീടുകളിൽ കാമരൂപമുണ്ടാക്കി പൂവിടൽ നടക്കുന്നു. പൂരക്കളി നടക്കുന്ന കാവുകളിൽ പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന പണിക്കരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് തുടർന്നു വരുന്നു. കണ്ടോത്ത് ശ്രീ കുർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മണിയറയിലെ P സന്തോഷ് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്നു.
ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രജ്ഞന്മാരും ബാല്യക്കാരുടെ പ്രതിനിധികളും പണിക്കരുടെ വീടുകളിൽ പോയാണ് കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് നടത്തുന്നത്. പന്തലിൽ ദൈവത്തറയുണ്ടാക്കി പൂവിട്ടാണ് പൂരക്കളി ആരംഭിക്കുക. പുറപ്പന്തലിൽ നിന്നാണ് കളി കഴകം കയറും വരെ പൂരക്കളി നടക്കുക. ഇത്തവണ പൂരം മീനം ആദ്യമായതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും കൽപ്പന കളിയാട്ടം നടക്കുന്ന സമയത്ത് തന്നെയാണ് പൂരോത്സവവും ആരംഭിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടം 5ാം ദിനത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കാട്ടുമുടന്ത, കമ്മിയമ്മ തുടങ്ങിയ അപൂർവ തെയ്യങ്ങളും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ 5ാം ദിനത്തിൽ നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മുഖം മൂടി ധരിച്ച ശരീരം മറയ്ക്കാൻ വള്ളിച്ചെടികളും ഇലകളും കുരുത്തോലയും ഉപയോഗിക്കുന്ന അപൂർവമായ തെയ്യമായ കാട്ടുമുടന്ത അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മാവിലാൻ, ചിങ്കത്താൻ സമുദായങ്ങൾ കെട്ടിയാടുന്ന തെയ്യമായ കമ്മിയമ്മയും അരങ്ങിലെത്തി. മടയിൽ ചാമുണ്ടി തോറ്റം, അങ്കക്കുളങ്ങര ഭഗവതി തോറ്റം, വിഷ്ണുമൂർത്തി തോറ്റം, കരിവേടൻ, കരിയാത്തൻ, അങ്കക്കുളങ്ങര ഭഗവതി, വീരൻ, അകംകാലൻ, പുറംകാലൻ, പുതിയാറമ്പൻ ദൈവം, മടയിൽ ചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി. കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീ പോർക്കലി ഭഗവതിയുടെയും ഉച്ചത്തോറ്റവും നടന്നു. പുതിയാറമ്പൻ ദൈവം വെള്ളാട്ടവും അരങ്ങിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെറുപുഴ പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ജനപ്രതിനിധികൾ, അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മതപുരോഹിതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പോലീസ് യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ, കെ ജോയി, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, സിബി എം തോമസ്, രജിത സച്ചി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് കണ്ണമംഗലം കഴകത്തിൽ നിന്നും എടുത്തുപിടിച്ച് വരവ് നടന്നു. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുമായാണ് കണ്ണമംഗലം കഴകത്തിൽ നിന്നും എടുത്തുപിടിച്ച് വരവ് നടന്നത്. കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽമംഗലത്തിൽ ചേരാൻ കണ്ണമംഗലം ഭഗവതിയും പരിവാരങ്ങളും എത്തി. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ട കന്യകമാരിൽ 2 പേരാണ് കണ്ണമംഗലം ഭഗവതിയും കാപ്പാട്ട് ഭഗവതിയും എന്നാണ് വിശ്വാസം. കണ്ണമംഗലം ഭഗവതി മൂത്ത സഹോദരി ഭാവത്തിലാണ് ഉള്ളത്. കാപ്പാട്ട് കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ 4ാം കളിയാട്ടം നടത്തേണ്ട ചുമതല കണ്ണമംഗലം കഴകത്തിനാണ്. കണ്ണമംഗലത്തെ പെരുങ്കളിയാട്ടം നടക്കുമ്പോൾ 4ാം കളിയാട്ടം നടത്തേണ്ടത് കാപ്പാട്ട് കഴകവുമാണ്. ഇരു ദേവിമാരും പരസ്പരം പന്തൽമംഗലം കാണാൻ എത്തുന്നു എന്നതാണ് ഇതിനു പിന്നിലുള്ള പുരാവൃത്തം. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുമായി കണ്ണമംഗലം കഴകത്തിൽ നിന്ന് എടുത്തുപിടിച്ചു വരവ് നടന്നു. കണ്ണമംഗലം കഴകത്തിൽ നിന്ന് ജനങ്ങൾ കാൽനടയായി സാധനങ്ങൾ തലയിലേന്തി ആഘോഷപൂർവ്വമാണ് പയ്യന്നൂരിലേക്ക് വന്നത്.
അള്ളട സ്വരൂപത്തിൽ നിന്ന് എടുത്തുപിടിച്ചു വരുന്ന സംഘത്തെയും ജ്യേഷ്ഠ സഹോദരി ഭാവത്തിലുള്ള കണ്ണമംഗലം ഭഗവതിയെയും സ്വീകരിക്കാൻ ഉപദേവനും യോദ്ധാവുമായ പുതിയാറമ്പൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തെയാണ് കാപ്പാട്ട് ഭഗവതി അയക്കുന്നത്. അള്ളട സ്വരൂപത്തിൽ നിന്ന് കോലട സ്വരൂപത്തിലേക്ക് കടന്നുവന്ന എടുത്തുപിടിച്ചു വരവിനെ ആഘോഷപൂർവ്വം പുതിയാറമ്പൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിന്റെ നേതൃത്വത്തിൽ കാപ്പാട് കഴകം സ്വീകരിച്ചു. ഇത് അപൂർവ ചടങ്ങാണ്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. LDF ആലപ്പടമ്പ് ലോക്കൽ കുടുംബ സദസ് വെളിച്ചംതോട് നടന്നു. ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വെളിച്ചംതോട് നടന്ന LDF കുടുംബ സദസ് ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 തവണ MLA എന്ന നിലയ്ക്ക് ഈ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ പരാതി പരിഹാര അദാലത്തുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ കൂടി ഒരു സംഘമായിട്ടാണ് പരാതികൾ സ്വീകരിച്ചത്. അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റുന്നത് അവിടെ വെച്ച് തന്നെ ഉദ്യോഗസ്ഥന്മാരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു. ബാക്കി വന്നിട്ടുള്ളത് പിന്നീട് പരിശോധിച്ച് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. എന്നാൽ പരിഹരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. VV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. CP രവീന്ദ്രൻ, ഇക്ബാൽ പോപ്പുലർ, V നാരായണൻ, P ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോലുവള്ളിയിൽ നടന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോലുവള്ളിയിൽ നടന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. 50% സബ്സിഡി 4,89,600 രൂപയാണ് നമ്മൾ സബ്സിഡിയായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 1,340 ചാക്കില 340 പേർക്കാണ് ഈ സബ്സിഡി കൊടുക്കുന്നത്. പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി അധ്യക്ഷയായി. പഞ്ചായത്തിൽ മൊത്തം 340 പേർക്കാണ് 100 കിലോ കാലിത്തീറ്റ പകുതി സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് കോൺഫറൻസ് മാർച്ച് 3 രാമന്തളിയിൽ നടക്കും. സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാർച്ച് 3 ഉച്ചയ്ക്ക് 2 മണി മുതൽ രാമന്തളിയിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ ഇസ്ലാമിക് കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാതോർക്കുക സ്രഷ്ടാവിന് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ, ലഹരി, മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ തുടങ്ങി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ധാർമ്മിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അന്ധവിശ്വാസങ്ങൾക്കും അതിവാദങ്ങൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണവുമാണ് സമ്മേളനം ലക്ഷ്യമാക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ടി.ഐ. മധുസൂദനൻ MLA, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT സഹദുള്ള തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ബിൻ സലീം, വിസ്ഡം സ്റ്റുഡൻറ് സംസ്ഥാന പ്രസിഡന്റ് അർഷദ് അൽ ഹിക്മെ, CP സലീം, റഷീദ് കുട്ടമ്പൂർ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹുസൈൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രചാരണ സംഗമങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, സന്ദേശപ്രയാണം, സന്ദേശദിനം, ഗൃഹസമ്പർക്ക പരിപാടി തുടങ്ങിയവ സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാദിം രാമന്തളി, അബൂബക്കർ K, TK ഉബൈദ്, ഇക്ബാൽ MTP, ഹുസൈനാർ CCV, അബ്ദുറഹ്മാൻ ഹാജി, MC ഹനീഫ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണ പവലിയൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ജനങ്ങൾക്കു വേണ്ടി തുറന്നുകൊടുത്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗമാണ് ബോധവൽക്കരണ പവലിയൻ ഒരുക്കിയിട്ടുള്ളത്. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗം ഒരുക്കിയ ബോധവൽക്കരണ പവലിയൻ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷത വഹിച്ചു. ശുചിത്വ കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ടീച്ചർ, കൗൺസിലർ E കരുണാകരൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പകർച്ചവ്യാധികൾ, ജീവിതശൈലി രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവിധ പോസ്റ്ററുകൾ പവലിയനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നൽകുന്ന ആരോഗ്യ ബോധവൽക്കരണ ചോദ്യാവലിക്ക് ശരിയായ ഉത്തരം നൽകുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്നവർക്ക് മലബാർ TVS പയ്യന്നൂർ സ്പോൺസർ ചെയ്യുന്ന സമ്മാനങ്ങളും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന 2024 പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഹാജി ഹജ്ജുമാർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നൽകുന്ന മാർഗനിർദ്ദേശ ക്ലാസിന്റെ 1ാം ഘട്ടം തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന ഹജ്ജ് ക്ലാസ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം യാത്രയാക്കുന്നത് ചരിത്രത്തിലാക്കിയേക്കാം. ഇവിടെ നിങ്ങൾ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അത് നിരീക്ഷണം ഒഴികെയുള്ള ഹാജിമാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളുണ്ട്. ഏതാണ്ട് 200 പേരുണ്ടാവുമല്ലോ അല്ലെ? തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ നിരീക്ഷണം ഒഴികെ എന്ന് പറഞ്ഞാൽ നിരീക്ഷണത്തുകാരോട് ഞങ്ങൾ ഒടുക്കുവാൻ പറഞ്ഞു, കാര്യങ്ങൾ വിളിക്കുന്നു. ഞാൻ അവർക്ക് അതാണ്. ഹജ്ജ് ട്രെയിനർ TKP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് ഫാക്കൽറ്റി NB സൈനുദ്ദീൻ, കാസർഗോഡ് ജില്ലാ ട്രെയിനർ മുഹമ്മദ് സലീം എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ട്രെയിനിംഗ് ഓർഗനൈസർമാരായ അമാനുള്ള സിറാജ്, റസാഖ്, റഹൂഫ്, KM കുഞ്ഞി, മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിംഗ് ഓർഗനൈസർമാരായ ആയിഷ ബി, നൂർജഹാൻ എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സമഗ്ര ശിക്ഷ കേരളം മാടായി BRC ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാല വായനാ പരിപോഷണ പരിപാടിക്ക് തുടക്കമായി. മാടായി BRC ഹാളിൽ സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ DPC EC വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം മാടായി BRC ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാല വായനാ പരിപോഷണ പരിപാടി സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ DPC EC വിനോദ് ഉദ്ഘാടനം ചെയ്തു. വിനോദ് കുമാർ MV, PK ഭാർഗവൻ, രാജേഷ് കടന്നപ്പള്ളി, VV ചന്ദ്രശേഖരൻ, MV ഉമേഷ്, M ഹർഷ എന്നിവർ സംസാരിച്ചു. സുനിൽ കുന്നരു, വിനയ ടീച്ചർ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ പിലാത്ര സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം ബോധവൽക്കരണ ക്ലാസും ഏകപാത്ര നാടകവും അരങ്ങേറി. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിലാത്ര സെന്റ് ജോസഫ് കോളേജ് NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ ജീവിതമാണ് ലഹരി, ലഹരിയല്ല ജീവിതം ബോധവൽക്കരണ ക്ലാസും ഏകപാത്ര നാടകവും അരങ്ങേറി. പിലാത്ര സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ശിവദാസൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, MD സബിത, TV കുഞ്ഞിക്കണ്ണൻ, ഫാദർ രാജൻ ഫോസ്റ്റോ, K ഷീന തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ TP ജൂന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PC പ്രഭുനാഥ് ഏകപാത്ര നാടകം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വിളയാങ്കോട് വിരാസ് കോളേജിന്റെ നേതൃത്വത്തിൽ കോളേജ് NSS സ്റ്റുഡൻസ് യൂണിയൻ, ബ്ലഡ് ഡൊണേഴ്സ് കേരള, കണ്ണൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിയും സംയുക്തമായി രക്തദാന സന്ദേശ റാലി നടത്തി. പിലാത്രയിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര പഴയങ്ങാടി വഴി സഞ്ചരിച്ച തളിപ്പറമ്പിൽ സമാപിച്ചു. വിരാസ് കോളേജിലെ കുട്ടികൾ 100-ലധികം തവണ രക്തം ദാനം ചെയ്തതിന്റെ ആഘോഷ പരിപാടിയുടെ ഭാഗമായാണ് റാലി നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇഷാഖ് റാലി ഉദ്ഘാടനം ചെയ്തു. വിറാസിലെ സ്റ്റുഡൻസ് യൂണിയൻ അവരുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു അക്കാഡമിക് ഇയറിൽ മാത്രം 120ഓളം രക്തദാനം ഈ ഒരു അവസരത്തിൽ ചെയ്തതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നതിൻ്റെ കൂടി ഭാഗമായി
നമ്മുടെ പരിസരങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന നഗരപ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് രക്തദാന സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവാണ്, റാലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പിലാത്ര, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ബ്ലഡ് ഡോണേഴ്സ് പ്രസിഡന്റ് അജീഷ് എന്നിവർ രക്തദാനത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് സന്ദേശം നൽകി. പിലാത്രയിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര പഴയങ്ങാടി വഴി സഞ്ചരിച്ച തളിപ്പറമ്പിൽ സമാപിച്ചു. റാലിയിൽ കുട്ടികളും അധ്യാപകരുമടക്കം 70-ലധികം ആളുകൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കാർഷിക സർവകലാശാല പടന്നക്കാട് കാർഷിക കോളേജിന്റെയും കരിവെള്ളൂർ പെരളം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് പുത്തൂർ അമ്പലമൈതാനിയിൽ ഏകദിന കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സമ്മേളനം പരിയാരത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ടങ്ങളിൽ ദേവിമാരുടെ തിരുവായുധം എഴുന്നള്ളിക്കാനുള്ള അപൂർവ സൗഭാഗ്യത്തിലൂടെ യാദവകുലത്തിലെ സ്ഥാനികർക്കിടയിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് 96 വയസ്സുള്ള കണ്ണോത്ത് കുഞ്ഞമ്പു അന്തിതിരിയൻ. ആചാരങ്ങളെ മുറുകെ പിടിച്ച 3.5 പതിറ്റാണ്ടിലേറെയായി അന്തിതിരിയനായി തുടരുന്ന കണ്ണോത്ത് കുഞ്ഞമ്പുവിന് ഇത് 5ാം പെരുങ്കളിയാട്ടമാണ്. വടക്കിന്റെ പൂരത്തിന് തുടക്കമായി. മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയാണ് പൂരത്തിന്റെ പ്രധാന ഉത്സവം. പൂരക്കളി നടക്കുന്ന കാവുകളിൽ പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന പണിക്കരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിന്റെ ഭാഗമായി കണ്ടോത്ത് ശ്രീ കൂർമ്മ ഭഗവതി ക്ഷേത്രത്തിൽ മണിയറയിലെ P. സന്തോഷ് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.